സാൻഡോസിന്റെ വീഡിയോ ഇട്ടില്ല, അതിൽ കുറെ പേര് പറഞ്ഞു ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കും, ഞാൻ പേടിച്ച് സംസാരിക്കും. ആര് നീയോ? എങ്ങോട്ടാ? റീല് കണ്ടുവെച്ചല്ലോ, കൊറേ റീലുണ്ടാ? ഒരെണ്ണം വ്ളോഗിംഗ് ആണ്, ഇവിടെ വന്ന വ്ളോഗിംഗ് ആണ്. കേട്ടാ? കേട്ടില്ല പറയുന്നില്ല, വേണ്ട. വ്ളോഗിംഗ് ഒക്കെ ഉണ്ട്. എടുത്തേക്ക് സ്ഥലം പറ. ഞാനൊരു ചായക്കട നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സെറ്റപ്പ് ആയിരിക്കണം. സെറ്റപ്പ് ഒന്നുമല്ല. എങ്ങോട്ട്? നമ്മളിപ്പോ പോകുന്ന ഈ ഒരു ഇരുമ്പ് പാലത്തിന് അടുത്തായിട്ടുള്ള ഒരു കട. നമ്മള് പോകുന്ന സ്ഥലത്ത് തന്നെയാ? പോകുന്ന വഴിയാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നീ നാട്ടിൽ പോയില്ല? ഇതെന്താ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്ന സ്പേസ് ഉണ്ടോ? ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. ഇല്ലെങ്കിൽ കട്ടാവും, അന്നേരം കട്ടാവും. നമുക്ക് പിന്നെ വേറെ സ്പേസിന്റെ ആവശ്യമില്ലല്ലോ. എടാ പടം സ്ലോ പടം എന്നല്ല, കരഞ്ഞ് വിളിക്കണ്ടാണെങ്കിൽ എനക്ക് ഒന്നാമത് അങ്ങനത്തെ ഇഷ്ടമല്ല കരഞ്ഞു വിളിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് മറ്റേ ഒബ്സെഷന് കാണാൻ പോയാൽ മതിയല്ലോ അല്ലേ? ഒബ്സെഷൻ. അതേതാ? ഇംഗ്ലീഷ് പടം. പക്ഷെ നല്ല ഇതൊക്കെയുണ്ട്. ഇതാണ് എല്ലാരും വലിയ ഹൈപ്പായിട്ട് പറയുന്നുണ്ടല്ലോ. എന്നാ പിന്നെ പോയി കണ്ടിരിക്കാം. എല്ലാം ഇതില് വരുന്നുണ്ട്. നീരജിന് പ്രശ്നമില്ലടാ. കുഴപ്പമില്ല. അപ്ലോഡ് നീരജിന്റെ കുടുംബം കലക്കാം. നീരജിന്റെ എന്തായാലും കലക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പണ്ട് ഇറങ്ങേണ്ടി 10-200 പെമ്പിള്ളറും എടാ തിരിച്ചല്ലേ നിങ്ങൾ വ്ളോഗ് എടുത്ത് പോകുന്ന വഴി ഓർമ്മയില്ല. എന്നൊരു ഗോപ്രോ എടുക്കും. ഗോപ്രോ അല്ലടാ, മറ്റേ സാധനം ഉണ്ട്. ഏതാ അറിയോ? ഓസ്മോന്റെ DJ. പക്ഷെ കയ്യിൽ വെച്ച് നടക്കുന്നേരം അത് എന്റെ അല്ല, കയ്യിൽ വെക്കുന്നില്ല. അത് ഏടാണെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയി എന്റെ കസിന്റെ ഉണ്ടായിരുന്നു ആ സാധനം. പക്ഷെ 10 എത്ര 19 35 40 റേഞ്ചോ. പക്ഷെ എന്താ അറിയോ, ഞാൻ 2-3 വീഡിയോയിൽ കണ്ടൊരു ഒരു കംപ്ലൈന്റ് പറഞ്ഞത് സ്ക്രീൻ ഓൺ ആവുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് ഏതൊരു ഏതാ അറിയോ, ഒരു ഇൻസ്റ്റയില് റീൽ ചെയ്യുന്നൊരു പണ്ടല്ലേ. ഹാൻഡിയാണ്, നമുക്ക് പെട്ടെന്ന് ഫോൺ പോലെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതെടുക്കാൻ പറ്റും. എടുത്താ വ്ളോഗ് ചെയ്യണല്ല, ചുമ്മാ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നിനക്കൊക്കെ ചെയ്തുകൂടെ? സ്വിറ്റ്സർലൻഡ് പോണ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചായിരുന്നു ഒന്ന് വാങ്ങിച്ചിട്ട് അവിടുത്തെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് അവിടെ ചിലപ്പോ പൈസ കുറവായിക്കൂടാ. പൈസ കുറവായിരുന്നു. എന്തായാലും 300 ഫ്രാങ്ക് ഒക്കെ ആവും. 300 അവിടെ മറ്റേ ഡ്രോൺ ഇല്ലേ, ഏതാ അറിയോ? എടാ മറ്റേ നമ്മുടെ ഫുള്ള് റൗണ്ട് ഉള്ളതാണോ? ഫുൾ റൗണ്ട് ഇല്ലല്ല, 4 വിങ്ങില് റൗണ്ട് വരുന്നതാണോ? അതോ എന്നാ അതിന് വേറൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു. മറ്റേ ഓസ്മോ തന്നെയാണെന്ന് തോന്നുന്നു. അതിന് അവിടെ പൈസ കുറവാ ആക്ച്വലി. പക്ഷേ നാനോ കയ്യിൽ ഇങ്ങനെ വെച്ച് പറത്തുന്ന സംഭവം. പക്ഷെ അതിനത്ര റേഞ്ചിലൊന്നും അറിയില്ല. അത് കുറച്ച് ദൂരെ പോകുള്ളൂ. ഭയങ്കര ഹൈറ്റ് കുറവ്, 50 മീറ്ററോ 30 മീറ്ററോ. ഓക്കെ. ഇതിൽ പറ്റി കിടിലം സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നീ എവിടെയാ നേരത്തെ ഇന്നലെ പോയത്? ഇന്നലെ തൃശ്ശൂർ പോയി. ഒറ്റക്കോ? ഒറ്റക്കെല്ലാം ഉറപ്പാണ്. രാവിലെ എണീച്ചപ്പോൾ അവനെ കാണാനില്ല. നിന്നെ വിളിച്ചിട്ടാ? ഇവൻ നീ ഒറ്റക്കെല്ലാം ഉറപ്പാണ്. ഇവൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വൈകുന്നേരം വന്നപ്പോഴേ അവിടെ ഇല്ല. ഞാൻ വെച്ചാൽ വിഷ്ണു മസൂറിന്റെ കൂടെ പോയതാണോ? മസൂറിനെ ഞാൻ ഇന്നലെ വിളിച്ചു രാത്രിയോ? ഇന്ന് ഫുഡ് വ്ളോഗ് പോവാം. നിങ്ങള് ഇന്നലെ എവിടെയായിരുന്നു പോയെ? ഇന്നലെ എവിടെയും പറ്റില്ല. ഇന്നലെ വണ്ടി സർവീസ് കൊടുക്കാൻ പോയടാ. ചട്ടിച്ചോറ് എന്തോ ഫോട്ടോ. അത് പഴയതാണ്. അത് നമ്മുടെ ലെഫ്റ്റ് ലൈനിലുള്ളതാ. പക്ഷെ അതിപ്പോ ഇല്ലാന്ന് തോന്നുന്നു. താൽ കിച്ചൺ ഉള്ള നല്ലതാ. താൽ കിച്ചൺ പഴയതല്ലേ മറ്റേ? പക്ഷെ നീ അത്ര വീഡിയോ എടുത്തിട്ടില്ല. മറ്റേ ശിവരാമേട്ടന്റെ കടയില് ഞാൻ ആ പാടത്തിന്റെ ഒരു വൈബ് എന്ന് വിചാരിച്ച് പോയപ്പോ ഫുള്ള് വെള്ളം കയറി കിടക്കും. പക്ഷെ അത്രേ ഇല്ലു ടോട്ടൽ എടുത്തില്ലു. ഞാൻ വെച്ച് കുറച്ചും കൂടി അവിടെ കുറച്ചും കൂടി എനിക്ക് എസ്തെറ്റിക് ആയിട്ട് എടുക്കായിരുന്നു. വേറെ അവിടെ കടന്നു
ഞാൻ വെച്ചത് പാലക്കാടാണ്, പിന്നെ നീ തൃശ്ശൂരിൽ നിന്നാണ്. ശിവരാമേട്ടന്റെ നീ ബൈക്ക് എടുത്ത് പോയി അപ്പൊ ഉണ്ടായിരുന്നു. എനക്ക് ഉറപ്പുണ്ട് ഒന്നിക്കൽ ആരെയോ കാറ് പോയത്. എന്തോ എവിടെയോ ഒരു പിന്നെ കാറ്. എന്നിട്ട് ഈ വീഡിയോ ഫുൾ ഇടാനാണോ പോകുന്നത്? വീഡിയോ 5 മിനിറ്റ് എത്ര ഇഷ്ടംമാതിരി സമയമുണ്ട്. നമ്മൾ ആക്ച്വലി ഇതാണ് ഞാൻ ആക്ച്വലി വിഷ്ണുവിനോട് പറഞ്ഞത്. യൂട്യൂബ് ഇതേപോലെ ഒക്കെ ഇട്ട് വരുമ്പോ അങ്ങ് ഇടുക, സംസാരിക്കുക, വീഡിയോ സാധനം. പക്ഷെ എന്താ പറയാ, അവര് സമ്മതിക്കണം, ക്വിക്ക് റൈഡിൽ വരുന്നവര് സമ്മതിക്കണം. അതിപ്പോ എന്താ നല്ല വൈബായിട്ടുള്ള ആൾക്കാരെ മാത്രം സെറ്റ് ചെയ്താൽ പോലെ. ആക്ച്വലി ഇതിട്ടൊരു ലെങ്തി വീഡിയോ കിട്ടും. ലെങ്തി വീഡിയോ അങ്ങ് ഇടുക, പിന്നെ അധികം ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് യൂട്യൂബിൽ ഇടാനാണോ പോണേ? യൂട്യൂബ് അല്ലാതെ യൂട്യൂബിലേ കാണത്തുള്ളൂ. ഇൻസ്റ്റയിലല്ല, ഇൻസ്റ്റയില് ചുമ്മാ ഇടാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ആര് കണ്ടോണ്ടിരിക്കാനാ? ഇതൊക്കെ കാണൂടാ. നിങ്ങളുടെ വൈഫ് മാത്രം അങ്ങനെയൊന്നുമില്ല, ചിലവര് ഫുള്ളി നമ്മൾ ഇന്ന് കാണുന്നവരില്ലേ. എന്റെ മോൻ മെട്രോ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? സ്റ്റാർട്ടിങ് അവിടെ കാറിൽ ഇൻട്രോ ഒക്കെ പറഞ്ഞോണ്ട് രണ്ട് പൊട്ടന്മാരുണ്ട് കാറി കയറ്റി. ഇൻട്രോ ഒന്നുമില്ല അങ്ങനെ. ഇതില് ഒരുമാതിരി എന്താ പറയാ, അങ്ങനത്തെ ഇൻട്രോ ഞാൻ മാറ്റി. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന സംഭവങ്ങൾ മാത്രം. മെട്രോ നോക്ക് നീ. മെട്രോ 2027 തുടങ്ങുന്ന സെറ്റായി, എല്ലാം സെറ്റായി തോന്നുന്നു. മറ്റേ സൗത്ത് ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി നോക്കിനാ, നല്ല രസമുണ്ട്. അത് ഏകദേശം. പക്ഷെ ഇനി മേജർ ജംഗ്ഷനിൽ ഈ സെസ്സിന്റെ അവിടെയൊക്കെ പണിയുണ്ടല്ലോ. അവിടെ ഉണ്ട് കണക്ഷൻ കുറെ. പിന്നെ ഇൻഫോ പാർക്കിന്റെ ആ ഭാഗത്തുണ്ട്. അവിടെ അവിടെ ടേണിങ്ങിലൊക്കെ ആണെങ്കിൽ പണിയാവും. ഇങ്ങനെ പോകും വണ്ടികളൊക്കെ ഈ ടേണിങ് വരുമ്പോൾ. പക്ഷെ ഞാൻ വെച്ച് റോഡ് നല്ലോണം ചെറുതാവെന്ന് വിചാരിച്ചത്. പക്ഷെ റോഡ് ചെറുതാവാൻ ചാൻസ് ഇല്ല, കാരണം അതിന്റെ അടുത്ത് വരെ ഇതുണ്ടാവും, മറ്റേ റോഡ് വരെ ചാൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ അടിയിൽ ടെൻഡർ എടുത്തിട്ട് ചായക്കട ഇടാം. മറ്റേ ഇവിടെയൊക്കെ ഉണ്ടോ ഓരോ മറ്റേ. പക്ഷെ അത്രയും സ്ഥലം ഒന്നും ഉണ്ടാവില്ല, അതിന്റെ അടിയിൽ എത്ര സ്ഥലം ഒന്നും ഉണ്ടാവില്ല. മെട്രോ സ്റ്റേഷൻ വരുമല്ലോ, അവിടെ നമുക്ക് അതിന്റെ അടുത്ത് ചെറുതായിട്ട് വാങ്ങിക്കാം. ഇവിടത്തെ നല്ല അൽഫാമാണ്. നല്ല ക്രീമി അൽഫാം കിട്ടും. ടാപ്പിയോക്കാസ് ചിക്സ്. നമ്മൾ പോകുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല എനിക്ക്. പഴയ ഇരുമ്പോലൊന്നും ഇട്ടിരുന്ന ഞാൻ ഒരു റീല് കണ്ടത്. മംഗലശ്ശേരി വരുന്നുണ്ട്. ഇതുണ്ടോ ടാക്കിറ്റോസ്? ഇവിടെ മറ്റേ മെക്സിക്കൻ്റെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ടാക്കിറ്റോസ്. ഇവിടെ ഫ്ലാഗൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മളിന്ന് ഉച്ചക്ക് കുബാബയിൽ പോയി മന്തി കഴിക്കാൻ. അത് കഴിച്ച ക്ഷീണമാണ്. അരമണിക്കൂർ വെയിറ്റിംഗ്. ഉച്ചക്കെല്ലാം മന്തി കഴിക്കുന്ന. ഉച്ചക്കല്ല, നമ്മള് കഴിച്ച 3 മണിക്ക്. ഇവിടെ എന്താ എടുക്കുന്ന ഇവിടെ ആക്ച്വലി ഞാൻ പണ്ട് ഇവിടെ അല്ലേ താമസിച്ചേ. ഞാൻ ഇടക്കിടക്ക് ഇടാറ്. നമ്മള് മീൻ പിടിക്കാൻ ചില സൺസെറ്റ് അടിപൊളിയാണ് ഇവിടെ കാണാൻ. മീൻ പിടിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. വെറുതെ നല്ല രസം മീൻ പിടിക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഉണ്ട്. അപ്പുറത്തെ സൈഡ് ആക്ച്വലി ക്ലോസ് ആയി ഇപ്പം. അവിടെ ഞങ്ങൾക്കൊന്ന് പ്രൈവറ്റ് പ്രശ്നമല്ലേ മീൻ പിടിക്കുന്നോ? മീൻ പിടിക്കാൻ പാടില്ല എന്നത് റൂള് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആണ് എനിക്കറിയില്ല. പിന്നെ പാലത്തിന്റെ നമ്മള് അവിടെ സ്ഥിരമാടി ഉണ്ടാവും. ആ മറ്റേ ലെറ്റ്സ്റ്റൈൻ്റെ ആ സൈഡില്ലേ, അവിടെ എല്ലാരും ഉണ്ടാവും. വെള്ളം മീൻ നോക്കിയാ പോരെ. നമുക്ക് ഈ സ്ഥലത്തോട്ട് പോകാൻ ഇങ്ങനെ പോയിട്ട് ഇരുമ്പനത്തി റൈറ്റിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് കയറണം. ചെറിയ വഴി പോയിട്ട് അവിടെ പോയിട്ട് ഏത് ഏറ്റവും ലാസ്റ്റ് എത്തണം, അതോ മറ്റേ ഇങ്ങനെ പോയി വളഞ്ഞിട്ട് പിന്നെ അങ്ങ് നേരെ തന്നെ പോകണം. സിഗ്നലിൽ അടിക്കാം. പഴയ ഇരുമ്പ് പാലം അറിയാം. പഴയ ഇരുമ്പ് പാലം ഇല്ല. അവിടെ വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു കട്ട്ലറ്റ് കിട്ടുന്ന ഒരു സ്ഥലം. പക്ഷെ അവര് ലൊക്കേഷൻ ഇട്ടില്ല. അവര് പറയുന്നത് ഇതേപോലെ തൃപ്പൂണിത്തറയാണ്. പിന്നെ അത് ഞാൻ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അവര് ലൊക്കേഷൻ ഇട്ടില്ല. ഏതോ ഒരു അമ്പലത്തിന്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് സ്പോട്ട് കിട്ടി തന്നെ പോയിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ കുറേ ചുറ്റേണ്ടി വരും. ഇപ്പൊ അത് വേണ്ട, നമുക്ക് ഇരുമ്പ് പാലത്തിൽ പോവാം. ഇരുമ്പ് പാലം നോക്കിയിട്ട് വരാം.
വിഷ്ണു പോയി നാട്ടിലേക്ക്? ഞാൻ പോയി. നാട്ടിൽ പോയാൽ പറ്റില്ല. അവൻ നാട്ടിൽ പോകാൻ പറ്റില്ല. ഓ അവൻ എല്ലാ ആഴ്ചയും പോകാറുണ്ട്. എല്ലാ ആഴ്ചയും. ഡ്രസ് അലക്കണ്ടേ ഇവിടെ? അവിടെ ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാരും എത്ര ആളുണ്ട്? നിങ്ങൾ 4 ആളില്ലേ? 4 ആള്. ഇവന്മാരെല്ലാം ആഴ്ച നാട്ടിൽ പോവും. അപ്പൊ ഇവന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ മാത്രല്ലേ ഇവിടെ ഉള്ളൂ. ശരിക്കും സെക്കൻഡ് ഹാൻഡ് കിട്ടും. നിങ്ങളുടെ ഉണ്ടോ വാഷിംഗ് മെഷീൻ? ഞങ്ങളെല്ലാം ഓൾറെഡി മറ്റേ വീട്ടിന്റെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അവര് തരും. എന്നാ പിന്നെ എല്ലാ ആഴ്ച ഡ്രസ് എടുക്കും. നല്ല ഓപ്ഷനാണ്. നല്ല ഓപ്ഷൻ. റെന്റ് വാങ്ങിച്ചാൽ മതി. നല്ല ഓപ്ഷൻ. 1000 റുപ്യ മതി ആഴ്ചക്ക്. 4 ആഴ്ച 4000 റുപ്യ മതി. 4 ആഴ്ച 4000 രൂപ. 20 രൂപയുടെ കറണ്ടിന് 4000 രൂപയെന്നോ? 20 രൂപയുടെ കറണ്ട് മാത്രമല്ലല്ലോ അതിലേക്കണ്ട. പിന്നെ അതൊക്കെ ഞാൻ കൊണ്ടുപോകും. നമ്മൾ അന്ന് സാൻഡോസിന്റെ വീഡിയോ ഇട്ടില്ല, അതില് കുറെ പേര് പറഞ്ഞു ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കും, ഞാൻ പേടിച്ച് സംസാരിക്കും. ആര്? നീയോ? നീ അതെന്താ പറയാ, എനിക്ക് തോന്നിയില്ല അതിലൊന്നും. അത് ഞാൻ എഡിറ്റ് അത് മെയിൻലി ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മള് ക്യാമറ നോക്കി സംസാരിക്കുമ്പോ ആദ്യം ആ ഒരു ചടപ്പുണ്ടാവുമല്ലോ. പിന്നെ നീ പറയണ്ടേ നീ തുടക്കക്കാരനാണ്, റെഡിയാക്കുന്ന പറയണ്ടേ. അന്ന് നമ്മൾ എത്ര റേറ്റ് ആയി. അയ്യോ ആ ചിരിച്ചതിന് മാത്രം വീഡിയോ ഇട്ടാ മതി, നമ്മൾ വയറായി. പുക അടിച്ചിരുന്നോ? 10 വർഷത്തിൽ ഇവിടെ പ്രശ്നമാണ്. ഡൽഹിയിലെല്ലാം താമസിക്കുന്നവരെന്നാല് 5 വർഷം കഴിയുമ്പോൾ ഇതും പഴയ അടുത്ത ഡൽഹിയാവും. ഈ വീഡിയോ ഇങ്ങനെ ചരിച്ചാണ് വയ്ക്കേണ്ടത്, അതല്ല ഇങ്ങനെയല്ല വയ്ക്കേണ്ടത്. ശരിച്ചോ? ഇതിപ്പം മറ്റേ ഇൻസ്റ്റയുടെ മോഡല്ലേ? അല്ലല്ല, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? ഇങ്ങനെ തന്നെ ഉണ്ടാവും, എല്ലാരും കാണുന്നുണ്ട്. ഇങ്ങനെയാണോ ഇതിപ്പോ റെക്കോർഡ് ആയിക്കോ? അല്ലല്ലോ. അല്ല മറ്റേ അതാ ഞാൻ പറഞ്ഞത്. ഓ യൂട്യൂബിലിടുമ്പോ അത് ശരിയാണല്ലോ. അപ്പൊ നമ്മ ഇത് ഇടുമ്പോ ഇത് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഇത് ഇൻസ്റ്റയിൽ കാണുന്ന പോലെ ഷോർട്സ് പോലെ വരുള്ളൂ. പക്ഷെ ഷോർട്സ് ഇത്രയും ടൈം ഇടാൻ പറ്റില്ല. ഇതിന്റെ വലത്തോട്ട് പോയാൽ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അറിയോ? മറ്റേ വീഡിയോയിൽ ഇതേപോലെ കിടക്കും, വലുത് തന്നെ. ആ ഷോർട്സ് പോലെ തന്നെ കിടക്കും. ആണ് അത്ര ലെങ്ത് ആയാലും അങ്ങനെ കിടക്കുള്ളൂ. ഇങ്ങനെ ആയിരിക്കും. സുഖമില്ല. എന്നാ നീ പറയണ്ടേ, നമ്മള് തിരിച്ചു വെക്കില്ലായിരുന്നാ?